എല്ലാവർക്കും ആത്മനമസ്കാരം. ദേവി മാഹാത്മ്യം മധ്യമചരിതം. കഴിഞ്ഞ ദിവസം നമ്മൾ മധ്യമചരിതത്തിലെ അധ്യായം 2 ആദ്യത്തെ 12 ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് 13ാമത്തെ ശ്ലോകം മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ദേവന്മാരുടെ എല്ലാം ശരീരത്തിൽ നിന്നും വന്ന ആ ഒരു തേജസ് എല്ലാം കൂടി ചേർന്ന് ആദ്യം തേജസ്സിൻ്റെ ഒരു നിറകുടമാണ് ഉണ്ടായത്. പിന്നീട് അതിൽ നിന്നും അതൊരു നാരീ സ്വരൂപമായി ഭവിച്ചു. അതായത് ആ തേജസ്സിൻ്റെ നിറകുടം ഒരു സ്ത്രീ രൂപമായി ഭവിച്ചു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം മുതൽ നമ്മൾ കാണുന്നത് ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും വന്ന ആ തേജസ്സിൽ നിന്നും ആ സ്ത്രീ രൂപത്തിന് അവയവങ്ങൾ, ഓരോരോ അവയവങ്ങൾ എങ്ങനെയുണ്ടായി, ആരിൽ നിന്നൊക്കെ വന്ന തേജസ് കൊണ്ട് എന്തൊക്കെ അവയവങ്ങളാണ് ഉണ്ടായത്, ഇതാണ് ഇനി വർണ്ണിക്കുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ദേവി മാഹാത്മ്യം മധ്യമചരിതം അധ്യായം 2 13ാമത്തെ ശ്ലോകം. യത് അഭൂത് ശാംഭവം തേജഃ തേന അജായത തന്മുഖം തേന അജായത തന്മുഖം യാമ്യേന ച അഭവൻ കേശഃ ബാഹവഃ വിഷ്ണു തേജസാ. യദഭൂത് ശാംഭവം തേജസ്തേന അജായത തന്മുഖം യാമ്യേന ച അഭവൻ കേശ ബാഹവഃ വിഷ്ണു തേജസഃ. യത് ശാംഭവം തേജഃ, ആ പരമശിവന്റെ, ശാംഭവം എന്നാൽ പരമശിവന്റെ, ആ പരമശിവന്റെ തേജസ്സുകൊണ്ട് തേന എന്ന് വെച്ചാൽ ആ തേജസ്സുകൊണ്ട് തന്മുഖം അജായത, ദേവിക്ക് മുഖം ഉണ്ടായി. അപ്പൊ ദേവിയുടെ മുഖം ഉണ്ടായത് പരമശിവന്റെ തേജസ് കൊണ്ടാണെന്ന്. ഇനി യാമ്യേന, യമന്റെ തേജസ് കൊണ്ട് കേശഃ, ദേവിക്ക് തലമുടിയുണ്ടായി. ഇനി വിഷ്ണു തേജസ, വിഷ്ണു ഭഗവാന്റെ തേജസ് കൊണ്ട് ബാഹവഹ, ദേവിക്ക് കൈകളും ച അഭവൻ ഉണ്ടായി എന്ന്. അപ്പോൾ ഓരോ ദേവന്മാരിൽ നിന്നും വന്ന തേജസ് കൊണ്ട് ദേവിക്ക് എന്തൊക്കെ അവയവങ്ങൾ ഉണ്ടായി എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. പരമശിവന്റെ തേജസ് കൊണ്ടാണ് ദേവിക്ക് മുഖമുണ്ടായത്. യമദേവന്റെ തേജസ് കൊണ്ട് തലമുടിയും വിഷ്ണുദേവന്റെ തേജസ്സിൽ നിന്നും കൈകളും ഉണ്ടായി. സൗമ്യേന സ്തനയോഃ യുഗ്മം മധ്യം ഐന്ദ്രേണ ച അഭവത് വാരുണേന ച ജംഘ ഊരു നിതംബഃ തേജസാ ഭുവഃ. സൗമ്യേന എന്ന് വെച്ചാൽ സോമൻ എന്ന് വെച്ചാൽ ചന്ദ്രദേവന്റെ തേജസ് കൊണ്ട് സ്തനയോഹോ യുഗ്മം, ദേവിക്ക് 2 സ്തനങ്ങളും ഉണ്ടായി. ഐന്ദ്രേണ, ഇന്ദ്രന്റെ തേജസ് കൊണ്ട് മദ്യം ച അഭവത്, മദ്യം എന്ന് വെച്ചാൽ ദേവിയുടെ അരക്കെട്ടും ഉണ്ടായി. വരുണേന, വരുണന്റെ തേജസ്സിൽ നിന്നും ജംഘ ഊരു, തുടകളും കണങ്കാലുകളും ദേവിക്കുണ്ടായി. ഭുവഃ, ഭൂമിയുടെ തേജസ് കൊണ്ട് തേജസ, ഭുവഃ തേജസ, ഭൂമിയുടെ തേജസ് കൊണ്ട് നിതംബ ഭാഗവും ഉണ്ടായി എന്ന്. ചന്ദ്രന്റെ തേജസ്സിനാൽ ദേവിക്ക് 2 സ്തനങ്ങളും ഇന്ദ്രന്റെ തേജസ്സിൽ നിന്നും അരക്കെട്ടും വരുണന്റെ തേജസ് കൊണ്ട് തുടകളും കണങ്കാലുകളും ഭൂമിയുടെ തേജസ് കൊണ്ട് നിതംബവും ദേവിക്കുണ്ടായി. ബ്രഹ്മണഃ തേജസാ പാദൗ തത് അങ്കുല്യഃ അർക്ക തേജസാ വസൂനാം ച കര അങ്കുല്യഃ കൗബേരേണ ച നാസികാ. ബ്രഹ്മണഃ തേജസാ പാദൗ തദങ്കുല്യഃ അർക്ക തേജസാ വസൂനാം ച കര അങ്കുല്യഃ കൗബേരേണ ച നാസികാ. അതായത് ബ്രഹ്മണഃ, ബ്രഹ്മാവിന്റെ തേജസ്സിൽ നിന്നും, ബ്രഹ്മണഃ തേജസ, തേജസ്സിൽ നിന്നും പാദൗ, ദേവിക്ക് പാദങ്ങളും, അർക്ക തേജസ, സൂര്യന്റെ തേജസ്സിൽ നിന്നും തദങ്കുല്യഃ, ആ പാദങ്ങളിൽ കാൽവിരലുകളും ഉണ്ടായി. വസൂനാം,
അഷ്ടവസുക്കളുടെ തേജസ്സിൽ നിന്നും കര അങ്കുല്യ കൈവിരലുകളും ഉണ്ടായി. കൗബേരേണ കുബേരന്റെ തേജസ്സിൽ നിന്നും ച നാസിക ദേവിക്ക് മൂക്കും ഉണ്ടായി. ബ്രഹ്മാവിന്റെ തേജസ്സിൽ നിന്ന് പാദങ്ങളും സൂര്യന്റെ തേജസ്സിൽ നിന്നും കാൽവിരലുകളും അഷ്ടവസുക്കളുടെ തേജസ്സിൽ നിന്നും കൈവിരലുകളും കുബേരന്റെ തേജസ്സിൽ നിന്നും മൂക്കും ആ ദേവിക്ക് ഉണ്ടായി. തസ്യാഹ തു ദന്താഹ സംഭൂതാഹ പ്രജാപത്യേന തേജസാ നയന ത്രിതയം ജജ്ഞേ തഥാ പാവക തേജസാ. പ്രജാപത്യേന തേജസ പ്രജാപതിമാരുടെ തേജസ്സിൽ നിന്ന് തസ്യാഹ തു ആ ദേവിക്ക് ദന്താ സംബോധ പല്ലുകൾ ദന്തങ്ങൾ ഉണ്ടായി. പാവക തേജസ തഥാന്ന് വെച്ചാൽ അതുപോലെ പാവക തേജസ അഗ്നിദേവന്റെ തേജസ്സിൽ നിന്നും നയന ത്രിതയം ആ ദേവിക്ക് 3 കണ്ണുകളും ജജ്ഞേ ഉണ്ടായി എന്ന്. അപ്പൊ പ്രജാപതിമാരുടെ തേജസ്സിൽ നിന്നും ദേവിക്ക് ദന്തങ്ങളും അഗ്നിയുടെ തേജസ്സിൽ നിന്ന് ദേവിക്ക് 3 കണ്ണുകളും ഉണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭ്രുവൗച്ച സന്ധ്യയോഹോ തേജഃ ശ്രവണ അനിലസ്യ ച അന്വേഷാം ച ഏവ ദേവാനാം സംഭവഃ തേജസാം ശിവ. സന്ധ്യയോഹോ തേജഃ 2 സന്ധ്യകളുടെ തേജസ്, അതായത് പ്രഭാത സന്ധ്യ പ്രദോഷ സന്ധ്യ, ഈ 2 സന്ധ്യകളുടെയും തേജസ്സിൽ നിന്ന് ഭ്രുവ ഉച്ച ദേവിക്ക് 2 പുരികക്കൊടികളും ഉണ്ടായി. അനിലസ്യച വായുദേവന്റെ തേജസ്സിൽ നിന്നും ശ്രവണൗ അതായത് ദേവിക്ക് 2 ചെവികളും ഉണ്ടായി. അന്യേഷാം ദേവാനാം മറ്റുള്ള എല്ലാ ദേവന്മാരുടെയും തേജസ്സുകളെല്ലാം കൂടിച്ചേർന്ന് അതിന്റെ പരിണാമമായിട്ട് സ ശിവ ആ ശിവ എന്ന ദേവി ഉണ്ടായത്. അതായത് ശിവ എന്നാൽ സർവമംഗളകാരിയായ ആ ദേവി ഉണ്ടായത്. അപ്പൊ 2 സന്ധ്യകളുടെ തേജസ്സുകളിൽ നിന്നും ദേവിക്ക് പുരികക്കൊടികളും വായുദേവന്റെ തേജസ് കൊണ്ട് 2 ചെവികളും ദേവിക്കുണ്ടായി. ഇപ്രകാരം എല്ലാ ദേവന്മാരുടെയും തേജസ്സുകളുടെ പരിണാമമായിരുന്നു, അവയെല്ലാം കൂടിച്ചേർന്നായിരുന്നു ശിവയായ ആ ദേവി ഉണ്ടായത്, സർവമംഗളകാരിയായ ആ ദേവി ഉണ്ടായത്. തതഃ സമസ്തദേവാനാം തേജോരാശി സമുദ്ഭവാം താം വിലോക്യ മുദം പ്രാപുഃ അമര മഹിഷാർദിതാഃ. അമര മഹിഷ അർദിതാഃ. തതഃ ഇപ്രകാരം സമസ്ത ദേവാനാം എല്ലാ ദേവന്മാരുടെയും തേജോരാശി സമുദ്ഭവാം എല്ലാ ദേവന്മാരുടെയും ശരീരത്തിൽ നിന്നുണ്ടായ തേജസ്സുകളെല്ലാം കൂടിച്ചേർന്ന് അതിൽ നിന്ന് ഉത്ഭവിച്ച ആ ദേവിയെ താം വിലോക്യ ആ ദേവിയെ കണ്ടിട്ട് മഹിഷാർദിതാഹ മഹിഷാസുരനാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമരാഹ ദേവന്മാരെല്ലാം മുദം പ്രാപുഹു വളരെയധികം സന്തോഷിച്ചു എന്ന്. അപ്പോൾ ഇപ്രകാരം എല്ലാ ദേവന്മാരുടെയും ത്രിമൂർത്തികളുടെയും ഒക്കെ ശരീരത്തിൽ നിന്നും വന്ന തേജോഗോളങ്ങൾ തേജസ് എല്ലാം കൂടിച്ചേർന്ന് അതിൽ നിന്നും ഉത്ഭവിച്ച ആ ദേവിയെ കണ്ടിട്ട്, ഒരു സ്ത്രീരൂപത്തിൽ നിൽക്കുന്ന ആ ദേവിയെ കണ്ടിട്ട് മഹിഷാസുരനാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേവന്മാരെല്ലാം വളരെയധികം സന്തോഷിച്ചു. ശൂലാദ് വിനിഷ്കൃഷ്യ ദദൗ തസ്യൈ പിനാകദൃക് ചക്രം ച ദത്തവാൻ കൃഷ്ണഃ സമുത്പാട്യ സ്വചക്രതഃ. പിനാകധാരിയായ മഹാദേവൻ ശിവൻ ശൂലാത് തൻ്റെ ശൂലത്തിൽ നിന്ന് ഒരു ശൂലം വിനിഷ്കൃഷ്യ ആകർഷിച്ചെടുത്ത് അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ട് തസ്യൈ ദദൗ ആ ദേവിക്ക് നൽകി. കൃഷ്ണഃ മഹാവിഷ്ണു സ്വചക്രതഃ തൻ്റെ സുദർശന ചക്രത്തിൽ നിന്ന് ചക്രം ച ഒരു ചക്രത്തെ സമുത്പാട്യ സൃഷ്ടിച്ചിട്ട് ദത്തവാൻ ആ ദേവിക്ക് നൽകി എന്ന്. അതായത് ഇനി ഇപ്പൊ ദേവിക്ക് ശരീര അവയവങ്ങളും രൂപങ്ങളും വന്നു, ഇനി ദേവന്മാരെല്ലാവരും ദേവിക്ക് ആയുധങ്ങളെ നൽകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിനാകധാരിയായ ശിവൻ തൻ്റെ ശൂലത്തിൽ നിന്നും ഒരു ശൂലം സൃഷ്ടിച്ചെടുത്ത് ദേവിക്ക് നൽകി. അപ്പോൾ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്തിൽ നിന്നൊരു ചക്രം സൃഷ്ടിച്ചും ദേവിക്ക് നൽകി എന്ന്. ശംഖം ച
വരുണഃ ശക്തിം ദദൗ തസ്യൈ ഹുതാശനഃ മാരുതഃ ദത്തവാൻ ചാപം ബാണപൂർണേ തഥാ ഇഷുധി. വരുണഃ വരുണദേവൻ ശംഖം ച ആ ദേവിക്ക് ശംഖ് നൽകി. ഹുദാശനഃ അഗ്നിദേവൻ ശക്തി ശക്തിം എന്ന് വെച്ചാൽ വേല് വേലായുധവും തസ്യേ ദദൗ ആ ദേവിക്ക് നൽകി. മാരുതഃ വായുഭഗവാൻ ചാപം ദത്തവാൻ ഒരു വില്ല് ആ ദേവിക്ക് നൽകി. അതുപോലെ ബാണപൂർണേ ഒരിക്കലും ഒടുങ്ങാത്ത ബാണങ്ങൾ നിറഞ്ഞ ഇഷുതി രണ്ടാവനാഴികളും ദേവിക്ക് ദത്തവാൻ എന്ന് വെച്ചാൽ നൽകി എന്ന. അപ്പൊ വരുണദേവൻ ദേവിക്ക് ശംഖ് നൽകി, അഗ്നിദേവൻ വേലായുധവും നൽകി, വായു ഭഗവാൻ ഒരു വില്ലും ഒരിക്കലും ഒടുങ്ങാത്ത നിറഞ്ഞ ബാണങ്ങളുള്ള രണ്ടാവനാഴികളും ആ ദേവിക്ക് നൽകി. വജ്രം ഇന്ദ്രഃ സമുത്പാട്യ കുലിശാത് അമരാതിഭഃ ദദൗ തസ്യൈ സഹസ്രാക്ഷോ ഖണ്ഡാം ഐരാവതാത് ഗജാത്. അമരാതിഭഃ ദേവാധിപനും ദേവന്മാരുടെ രാജാവും, അതുപോലെ സഹസ്രാക്ഷഃ സഹസ്രാക്ഷം 1000 കണ്ണുകളുള്ളവനുമായ ഇന്ദ്രഃ ആ ഇന്ദ്രദേവൻ തൻ്റെ സ്വന്തം കുലിശാദ് എന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം വജ്രായുധത്തിൽ നിന്നും ഒരു വജ്രവും ഒപ്പം ഐരാവതാത് ഗജാത് ഐരാവതം എന്ന ഗജത്തിൽ നിന്ന് ഖണ്ഡം ഒരു മണിയും സമുത്പാട്യ സൃഷ്ടിച്ചെടുത്തിട്ട് തസ്യൈ ദദൗ ആ ദേവിക്ക് നൽകി എന്ന്. അപ്പോൾ ദേവന്മാരുടെ രാജാവും 1000 കണ്ണുകളുള്ളവനുമായ ദേവേന്ദ്രൻ സ്വന്തം വജ്രായുധത്തിൽ നിന്നൊരു വജ്രവും ഐരാവതം എന്ന ഗജത്തിൽ നിന്ന് ഒരു മണിയും ആകർഷിച്ചെടുത്ത് ആ ദേവിക്ക് നൽകി. കാലദണ്ഡാത് യമഃ ദണ്ഡം പാശം ച അംബുപതിഃ ദദൗ പ്രജാപതിഃ ച അക്ഷമാലാം ദദൗ ബ്രഹ്മാ കമണ്ഡലും. യമഃ യമദേവൻ കാലദണ്ഡാത് തൻ്റെ കാലദണ്ഡത്തിൽ നിന്ന് ദണ്ഡം ഒരു ദണ്ഡും ആ ദേവിക്ക് നൽകി. അംബുപതിഃ ജലത്തിൻ്റെ ദേവനായ വരുണദേവൻ പാശം ഒരു വരുണപാശവും ദദൗ ആ ദേവിക്ക് നൽകി. പ്രജാപതിഃ ബ്രഹ്മ പ്രജാപതിയായ ബ്രഹ്മാവ് അക്ഷമാലാം അക്ഷമാലയും കമണ്ഡലും ഒരു കമണ്ഡലവും ആ ദേവിക്ക് ദദൗ നൽകി എന്ന്. അപ്പൊ യമദേവൻ തൻ്റെ കാലദണ്ഡത്തിൽ നിന്നൊരു ദണ്ഡും വരുണദേവൻ വരുണപാശവും ആ ദേവിക്ക് നൽകി. പ്രജാപതിയായ ബ്രഹ്മാവ് അക്ഷമാലയും ഒരു കമണ്ഡലവും ആ ദേവിക്ക് നൽകി. സമസ്ത രോമകൂപേഷു നിജരശ്മീൻ ദിവാകരഃ കാലഃ ച ദത്തവാൻ ഖഡ്ഗം തസ്യൈഃ ചർമ്മ ച നിർമ്മലം. ദിവാകരഃ സൂര്യദേവൻ സമസ്ത രോമകൂപേഷു ആ ദേവിയുടെ എല്ലാ രോമകൂപങ്ങളിലും നിജരശ്മീൻ തൻ്റെ രശ്മികളെ കൊടുത്തു. കാലഃ ച കാലൻ ഖഡ്ഗം ആ ദേവിക്ക് ഒരു വാളും ഖഡ്ഗം എന്നാൽ വാളും ചർമ്മ ച നിർമ്മലം നിർമ്മലമായ ചർമ്മ എന്നാൽ പരിചയം തസ്യൈ ആ ദേവിക്ക് ദത്തവാൻ നൽകി എന്ന്. സൂര്യദേവൻ ദേവിയുടെ എല്ലാ രോമകൂപങ്ങളിലും തൻ്റെ രശ്മികളെ കൊടുത്തു. കാലൻ ആ ദേവിക്ക് വാളും നിർമ്മലമായ ഒരു പരിചയം നൽകി. ക്ഷീരോദ് ച അമലം ഹാരം അജരേ ച തഥാ അംബരേ. ക്ഷീരോദ് പാൽക്കടൽ ച അമലം ഹാരം മനോഹരമായ ഒരു ഹാരം ആ ദേവിക്ക് നൽകി. അംബരേ എന്ന് വെച്ചാൽ വസ്ത്രങ്ങളും, അജരേ എന്ന് വെച്ചാൽ ജീർണിക്കാത്തത് നശിക്കാത്ത വസ്ത്രങ്ങളും, തഥാ അംബരേ വസ്ത്രങ്ങളും ആ ദേവിക്ക് നൽകി എന്ന്. അപ്പൊ പാൽക്കടൽ മനോഹരമായ ഒരു ഹാരവും ജീർണിക്കാത്ത 2 വസ്ത്രങ്ങളും ദേവിക്ക് നൽകി. ഇനി അടുത്ത ഒരു 3-4 വരികളിലായിട്ട് വിശ്വകർമാവ് ദേവിക്ക് എന്തൊക്കെ നൽകി എന്നാണ് പറയുന്നത്. അത് നമുക്ക് ആദ്യം തന്നെ ശ്ലോകം ഒരുമിച്ച് ചൊല്ലാം, അതിനുശേഷം അർത്ഥം നോക്കാം. ചൂടാമണിം തഥാ ദിവ്യം കുണ്ടലേ കടകാനി ച
അർദ്ധചന്ദ്രം തഥാ ശുഭ്രം കേയൂരാൻ സർവബാഹുഷു നൂപുരൗ വിമലൗ തദ്വത് ഗ്രൈവേയകം അനുത്തമം അങ്കുലീയക രത്നാനി സമസ്താസു അങ്കുലീഷു ച വിശ്വകർമാ ദദൗ തസ്യൈ പരശും ച അതിനിർമ്മലം അസ്ത്രാണി അനേകരൂപാണി തഥാ അഭേദ്യം ച ദംശനം. അതായത് ചൂടാമണി തഥാ ദിവ്യം, ദിവ്യമായ ഒരു ചൂടാമണി, അതായത് വിശ്വകർമാവ് ദേവിക്ക് എന്തൊക്കെ നൽകി എന്നാണ് ഇത്രയും വരികളിൽ പറയുന്നത്. ദിവ്യമായ ഒരു ചൂടാമണി നൽകി. തഥാ അതുപോലെ കുണ്ടലേ കടകാനിച്ച, 2 കുണ്ടലങ്ങൾ, കുണ്ടലം എന്ന് വെച്ചാൽ കഴുത്തിലണിയുന്ന ആഭരണങ്ങളും അതുപോലെ കടകാനി വളകളും ദേവിക്ക് നൽകി. ഇനി അർദ്ധചന്ദ്രം തഥാ ശുഭ്രം, അർദ്ധചന്ദ്ര ആകൃതിയിലുള്ള ആഭരണവും ദേവിക്ക് നൽകി. കേയൂരാൻ സർവബാഹുഷു, എല്ലാ കൈകളിലും അണിയാൻ കേയൂരങ്ങൾ എന്ന് വെച്ചാൽ തോൾവളകളും ദേവിക്ക് നൽകി. നൂപുരൗ വിമലൗ തതുവത്, നൂപുരൗ വിമലൗ എന്ന് വെച്ചാൽ തിളങ്ങുന്ന കാൽച്ചിലമ്പുകളും ദേവിക്ക് നൽകി. തതുവത് അതുപോലെ ഗ്രൈവേയകം അനുത്തമം, കഴുത്തിലണിയുന്ന, അതാണ് ഗ്രൈവേയകം, കഴുത്തിലണിയുന്ന അനുത്തമം എന്ന് വെച്ചാൽ അതായത് അതിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ലാത്ത ആഭരണങ്ങൾ, കഴുത്തിലണിയാൻ അതുല്യമായ ആഭരണവും ദേവിക്ക് നൽകി. അങ്കുലീയക രത്നാനി, അതായത് എല്ലാ വിരലുകളിലും അണിയാൻ രത്നം പതിപ്പിച്ച മോതിരങ്ങളും ദേവിക്ക് നൽകി. സമസ്താസു അങ്കുലീഷു ച, എല്ലാ വിരലും അണിയാൻ രത്നം പതിപ്പിച്ച മോതിരങ്ങളും ദേവിക്ക് നൽകി. അങ്ങനെ വിശ്വകർമ്മ ദദൗ തസ്യൈ, ആ ദേവിക്ക് വിശ്വകർമാവ് ദദൗ നൽകി. ഇത് മാത്രമല്ല, പരശും ച അതിനിർമ്മലം എന്ന് വെച്ചാൽ വളരെ നിർമ്മലമായ പരശും, ഒരു വെൺമഴുവും ആ ദേവിക്ക് നൽകി. അസ്ത്രാണി അനേക രൂപാണി, പലതരത്തിലുള്ള അസ്ത്രങ്ങളും. തഥാ അതുപോലെ അഭേദ്യം ച ദംശനം, ഭേദിക്കാൻ കഴിയാത്ത ദംശനം എന്നാൽ ഒരു കവചവും ദേവിക്ക് കൊടുത്തു എന്ന്. അപ്പൊ വിശ്വകർമാവ് ഒരുപാട് വസ്തുക്കൾ ദേവിക്ക് നൽകി. അതാണ് ദിവ്യമായ ഒരു ചൂടാമണിയും 2 കുണ്ടലങ്ങളും വളകളും അർദ്ധചന്ദ്രാകൃതിയിലുള്ള ആഭരണവും എല്ലാ കൈകളിലും അണിയുവാൻ തോൾവളകളും തിളങ്ങുന്ന കാൽച്ചിലമ്പുകളും കഴുത്തിലണിയുന്ന തുല്യമായ ആഭരണവും എല്ലാ വിരലുകളിലും അണിയാൻ രത്നം പതിപ്പിച്ച മോതിരങ്ങളും ആ വിശ്വകർമാവ് നൽകി. അതോടൊപ്പം വളരെ നിർമ്മലമായ ഒരു വെൺമഴുവും പലതരത്തിലുള്ള അസ്ത്രങ്ങളും അഭേദ്യമായ ഒരു കവചവും ആ ദേവിക്ക് കൊടുത്തു. അമ്ലാന പങ്കജാം മാലാം ശിരസി ഉരസി ച അപരാം അദദാത് ജലതി തസ്യൈ പങ്കജം ച അതിശോഭനം ഹിമവാൻ വാഹനം സിംഹം രത്നാനി വിവിധാനി ച. ജലതി, സമുദ്രം, ജലതി എന്നാൽ സമുദ്രം. അമ്ലാന പങ്കജാം മാലാം, ഒരിക്കലും വാടാത്ത താമര കൊണ്ടുള്ള ഒരു മാല. ശിരസി, ശിരസിലും. ഉരസി, അതുപോലെ മാറിലും. ച അപരാം, അത് ധരിക്കാനായിട്ട് ദേവിക്ക് നൽകി എന്ന്. സമുദ്രം ഒരിക്കലും വാടാത്ത താമര കൊണ്ടുള്ള ഒരു മാല തലയിൽ ധരിക്കാനും, മറ്റൊന്ന് മാറിൽ, അപരാം എന്ന് വെച്ചാൽ മറ്റൊന്ന്, വേറെ ഒന്ന് മാറിൽ ചാർത്താനും ദേവിക്ക് നൽകി. ഇനി പങ്കജം ച അതിശോഭനം, അതായത് അതിമനോഹരമായ ഒരു ചെന്താമര പൂവ് ദേവിക്ക് കയ്യിൽ വെക്കാനായിട്ട് കൊടുത്തു. ഹിമവാൻ, ഹിമവാൻ ആ ദേവിക്ക്, തസ്യൈ ആ ദേവിക്ക് വാഹനം സിംഹം, വാഹനമായ ഒരു സിംഹത്തെയും രത്നാനി വിവിധാനി ച, പലതരത്തിലുള്ള രത്നങ്ങളും ആ ദേവിക്ക് കൊടുത്തു എന്ന്. ഇപ്പൊ സമുദ്രം ഒരിക്കലും വാടാത്ത താമര കൊണ്ടുള്ള മാല തലയിൽ ധരിക്കാനും മറ്റൊന്ന് മാറിൽ ചാർത്താനും ദേവിക്ക് നൽകി. അതിമനോഹരമായ ഒരു ചെന്താമരപ്പൂവ് കയ്യിൽ ധരിക്കാനും നൽകി. ഹിമവാൻ ആ ദേവിക്ക് വാഹനമായ ഒരു സിംഹത്തെയും പലതരത്തിലുള്ള രത്നങ്ങളെയും നൽകി. ദദൗ അശൂന്യം സുരയാ പാനപാത്രം ധനാധിപ ശേഷഃ ച സർവനാഗേശോ മഹാമണി വിഭൂഷിതം നാഗഹാരം ദദൗ തസ്യൈ ദത്തേയഃ പൃഥ്വീ ഇമാം അന്യൈഃ അഭി സുരൈഃ ദേവീ ഭൂഷണൈഃ ആയുധൈഃ തഥാ.
ധനാധിപ കുബേരൻ സുരയ അതായത് മദ്യം മധു കൊണ്ട്, അതും ദദൗ അശൂന്യം ഒരിക്കലും ഒഴിയാത്ത പാനപാത്രം, ഒരു പാനപാത്രം ആ ദേവിക്ക് ദദൗ നൽകി എന്ന്. അപ്പൊ കുബേരൻ മദ്യം ഒരിക്കലും ഒഴിയാത്ത ഒരു പാനപാത്രം ആ ദേവിക്ക് നൽകി. ഇനി അടുത്തത് യഹ പൃഥ്വി ഇമാം, ആരാണോ ഭൂമിയെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ശേഷഹാച അതായത് ആദിശേഷൻ, സർവനാഗേശഹ എല്ലാ നാഗങ്ങളുടെയും അധിപനായ ശേഷഹാച ആദിശേഷനായിരിക്കുന്നത് അദ്ദേഹം മഹാമണി വിഭൂഷിതം പലവിധ രത്നങ്ങൾ പതിപ്പിച്ച നാഗഹാരം, ഒരു നാഗഹാരം തസ്യൈ ദദൗ ആ ദേവിക്ക് നൽകി. ഇനി അന്യൈഹി അഭിസുരൈഹി മറ്റുള്ള ദേവന്മാരെല്ലാവരും ദേവി ആ ദേവിക്ക് ഭൂഷണൈഹി ആഭരണങ്ങളും ആയുധൈഹി തഥാ അതുപോലെ ആയുധങ്ങളും സമ്മാനിച്ചു എന്ന്. കുബേരൻ ഒരിക്കലും ഒഴിയാത്ത മദ്യം അതായത് മധു ഒരിക്കലും ഒഴിയാത്ത ഒരു പാനപാത്രം ദേവിക്ക് നൽകി. പൃഥ്വിയെ വഹിച്ചുകൊണ്ടിരിക്കുന്ന നാഗാധിപനായ ആദിശേഷൻ പലവിധ രത്നങ്ങൾ പതിപ്പിച്ച ഒരു നാഗഹാരം ദേവിക്ക് നൽകി. മറ്റുള്ള എല്ലാ ദേവന്മാരും ആ ദേവിക്ക് ആഭരണങ്ങളും ആയുധങ്ങളും സമ്മാനിച്ചു. ഇനി ഇതെല്ലാം നേടിക്കഴിഞ്ഞ ആ ദേവിയെ കുറിച്ചാണ് നമ്മൾ എന്തു ചെയ്തു എന്നാണ് ഇനി അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കുന്നത്.